ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 41 വാക്യം ഒന്ന് വായിക്കട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യം കൂടെ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? കർത്താവായ യേശു ക്രിസ്തു ആ ഗത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതായ ചരിത്രമാണ് ഈ വാക്യങ്ങളിലൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്. അത്രയും നാളും എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെസഹയുടെ ആചരണവും കഴിഞ്ഞ് കർത്തൃമേശയും സ്ഥാപിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഗത്സമനത്തോട്ടത്തിൽ ചെന്ന് അവിടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നതായി നാം കാണുന്നു. കർത്താവ് തനിക്ക് നേരിടുവാൻ പോകുന്നതായ, താൻ അനുഭവിക്കുവാൻ പോകുന്ന വേദനയെക്കുറിച്ച് തീർത്തും ബോധവാൻ തന്നെയായിരുന്നു. അങ്ങനെ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും മരണവേദന പോലെ അതിദുഃഖിതമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്ന യേശു കർത്താവിനെയാണ് നാം അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യങ്ങളിൽ കാണുന്നത്. കർത്താവ് സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി ആ സകലരുടെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുള്ള നാഴിക വന്നു. അതിൻ്റെ കാഠിന്യം, ആ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിക്കുമ്പോൾ താനും നിത്യപിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വരുന്ന ആ വേർപാട്, അതൊക്കെ കർത്താവിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മറ്റെല്ലാറ്റിനേക്കാളുപരി പൂർവ്വകാല നിത്യത മുതൽ സമ്പൂർണ്ണ ഐക്യത്തിൽ പ്രവർത്തിച്ചിരുന്ന പിതാവുമായിട്ട് വേർപെടുവാനുള്ള സമയം. അതാണല്ലോ 22 സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അല്പനേരത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞ് ആ കൂട്ടായ്മയെ വിച്ഛേദിച്ച് കളഞ്ഞതായ ആ കൊടിയ വേദനയിലൂടെയും കർത്താവ് കടന്നു പോകണം. അതിൻ്റെ മുന്നോടിയായിട്ട് കർത്താവ് ഹൃദയവേദന പങ്കുവെച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുകയാണ്. തൻ്റെ പ്രിയരായ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ആ ഗത്സമനത്തോട്ടത്തിൽ അല്പം കൂടെ വേറിട്ട് മുന്നോട്ട് പോയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ശിഷ്യന്മാർക്ക് ഇത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ അവരും ഉറക്കത്തിൽ വീണു പോകുന്നു. അങ്ങനെയുള്ള പത്രോസിനോടാണ് കർത്താവ് വന്ന് ചോദിക്കുന്നത്, പത്രോസേ, ഒരു നാഴിക പോലും നിനക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നമ്മളോടും കർത്താവ് അതാണ് ചോദിക്കുന്നത്. കർത്താവുമായിട്ടുള്ള അല്പസമയം നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഭാരങ്ങൾ നേരിടുവാൻ വേണ്ട ദൈവകൃപ ലഭിക്കേണ്ടതിനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വേണ്ടി ദൈവത്തോടുകൂടെ അല്പസമയം വേർതിരിച്ച് സമയം പങ്കിടുക. അത് ദൈവം വാസ്തവമായി നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ബലഹീനമായ നമ്മുടെ ജഡവും ആത്മാവും ശക്തിപ്പെടുവാനായിട്ടും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ധൈര്യത്തോടെ നിൽക്കുവാനും നമുക്കത് മുഖാന്തരമായി തീരും. അതിനായിട്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കൂടെയുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ നാം നിലനിൽക്കണം. ജീവിതത്തിൻ്റെ ഏത് കഠിനമേറിയ ആ അവസ്ഥകളെയും നേരിടുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിന് ആ കൂട്ടായ്മ ബന്ധം നമ്മെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. കർത്താവ് ഗത്സമനയിൽ നിന്ന് കാൽവറി ക്രൂശിലേക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥനയാൽ സംഭരിച്ച ഊർജം, ആ പ്രാർത്ഥനയോട് ലഭിച്ച മറുപടികൾ, അതൊക്കെയാണ് തന്നെ ധൈര്യപ്പെടുത്തി. തുടർന്ന് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിനെ
ധൈര്യപ്പെടുത്തേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ അയച്ചു. അതും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ ദുഃഖങ്ങൾക്കും വേദനകൾക്കുമൊക്കെ ശമനമുണ്ടായതായി നാം കാണുന്നു. ധൈര്യത്തോടെ താൻ അനുഭവിക്കുവാൻ പോകുന്നതായ ക്രൂശിനെ മനസ്സോടെ സഹിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ധൈര്യപ്പെട്ട കർത്താവ്. അതും നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃകയായി നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെയും ധൈര്യത്തോടെ കടന്നു പോകുവാൻ ആ കർത്താവുമായിട്ട് ഒരു നാഴിക നേരം അവനോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ്.